ഇപ്പോഴാണ് ഞാൻ ആ സത്യം അറിയുന്നത്. നിങ്ങൾക്ക് എന്റെ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. ഞാൻ ഇത് ഇത്ര ദിവസം അറിഞ്ഞില്ലായിരുന്നു. എന്നോട് നിങ്ങൾ പറഞ്ഞു കമന്റിൽ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കളിക്കും, ഞാൻ കളിച്ചിരിക്കും. ഹായ് ഗൈസ്, ഐ ആം ബാക്ക്. നമുക്ക് അതിന്റെ ഇടയിൽ കൂടെ കുറച്ച് അപരാധങ്ങൾ കാണാം. ഇനി ഇത് വേണ്ട, മറിക്ക്. ഇവർക്ക് നാളെ വന്നിക്ക് പയ്യ ഇരുമ്പ് എന്തെങ്കിലും ഉണ്ടാ, കുപ്പി പാട്ടയാണെങ്കിലും മൈ എന്തെങ്കിലും കൊണ്ടുപോയിക്കോളൂ. ഇവർ എന്തോ കുത്തി വന്നേരം ഞാൻ പിടിച്ച് കാലോടിഞ്ഞ് ഏതോ പാവപ്പെട്ടവനാ. ഇരുമ്പിന്റെ വടിയെല്ലാം കുത്തിട്ടാ വന്ന അവസ്ഥ. എനിക്ക് മനസ്സിലായി, ഇത് നമ്മളെ ബെൻറ്റില് 4 ആംസ്. 1 2 3 4 5 6 കൈ ഉണ്ടല്ലോ. അപ്പൊ ഇതാരാ? ഓ, മറ്റേ പണ്ടത്തെ സ്പൈഡർമാനില്ലേ? ഇത് മറ്റേ ഡിലീറ്റ് ചെയ്ത്. ഇത് ഫസ്റ്റ് ടാക്കീസിൽ ഇറങ്ങിയാരോ ഈ ഒരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പൊ പടം കണ്ടു കഴിഞ്ഞാരോ കുറെ ആൾക്കാർക്ക് എതിർപ്പ് വന്നവരോ ഈ ഭാഗം കിട്ടും ഡിലീറ്റ് ചെയ്തിട്ട് അവര് പുതിയ സ്പൈഡർമാൻ ആക്കി. അന്നേരം ഉള്ളത് ഇത് മിസ്സായി പോയതാ. ഇതിപ്പോ ഇവിടുന്ന് പൊങ്ങി വന്നേ. ഞാൻ അന്ന് വിചാരിച്ചു ഫസ്റ്റ് കണ്ടപ്പോ ആ സീന് പിന്നെ കണ്ടിക്കില്ലല്ലോ. പഴയ കുപ്പി പാട്ടയിലോ എന്തെല്ലോ ആക്കിയിട്ടുള്ള കൈ കൊണ്ടൊന്ന് പൂച്ചേനെടുത്ത് പൊന്തിക്കുന്നുണ്ട്. പീറ്റർ പാർക്കർ ഇതാണ് ശരിയായ സ്പൈഡർമാൻ. കിണറ് വലയിൽ കുടുങ്ങിയിട്ട് ഫുള്ള് വല സ്വന്തമായിട്ട് കുടുങ്ങിയ സ്പൈഡർമാൻ. ആരോ കിണറ് വലയിട്ട് പൂട്ടിയിട്ട് പീഡിപ്പിച്ച പോലെ ഉണ്ട്. പ്ലക്കി വിട്ടതെന്ന് തോന്നല്ലോ ആരോ. സ്പൈഡർമാനെ പ്ലക്ക് നോടാ. നാട് രക്ഷിക്കാൻ വന്ന സ്പൈഡർമാൻ ആരോ പ്ലക്കി. ചാരിത്രം നഷ്ടപ്പെട്ട് സ്പൈഡർമാൻ. ഈ വല മൊത്തം സ്വന്തമായിട്ട് ചുറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവാനുള്ള വല വേണ്ടി. അപ്പോ ഈ വലയെന്ന് ചിലപ്പോ പിരിച്ചെടുക്കലായിരിക്കും ഓരോ വല, എന്നിട്ടായിരിക്കും വിടുന്നുണ്ടായിരുന്നു. എന്താണ് ഒരു സ്പൈഡർമാൻ മയം? എല്ലാരും എന്തൊരു സ്പൈഡർമാനെ തൊട്ട് കളി. ആകെ ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ നല്ലൊരു ഇതായിട്ട്. അതിനെ കൂടി നശിപ്പിക്കല്ലേ. അതെന്ത് സ്പൈഡർമാനാണ് അത്? അവൻ കോമഡിക്ക് വേണ്ടിട്ട് ആക്കി. അതുകൊണ്ട് എനിക്ക് ചിരിക്കുന്നോണ്ട് പ്രശ്നമില്ല, നിങ്ങൾക്കും ചിരിക്കാം. കളിയാക്കലല്ല കേട്ടോ. സീരിയസ് ആയിട്ട് ഏതാണ് ഞാൻ ചിരിക്കൂലായിരുന്നു. കോമഡിക്ക് വേണ്ടി പറഞ്ഞോണ്ട് എനിക്ക് ചിരി വരുന്നുണ്ട്. അത് പിന്നെയോ ഈ ചങ്ങായി ചുമ്മാ എന്നെ ചിരിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനത്തെ ആൾക്കാരൊന്നും കണ്ട് ചിരിക്കലില്ല. എന്നോട് ദൈവം ചോദിക്കും, നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരെ ഇതൊന്നും കണ്ട് ചിരിക്കാൻ പാടില്ല, നമ്മൾ കളിയാക്കാൻ പാടില്ല. മാക്സിമം വായൊക്കെ പൊത്തിപ്പിടിക്കും. എന്തിനി ഹൽക്ക് എന്ന് പറഞ്ഞിട്ട് എന്റെ കോലത്തിലെ വരാന്ന് അറിയില്ല. ഞാൻ ഒന്നും പറയുന്നില്ല, എനിക്ക് സങ്കടം തോന്നുന്നു. എനിക്ക് ഇങ്ങനത്തെ ഞാൻ സംസാരിക്കത്തില്ല. ഹൽക്കിടില്ല. ഒറിജിനൽ ഹൽക്ക് എടുത്തിട്ട് അടിച്ചിട്ട് ഒടിഞ്ഞ പോലെ ഉണ്ട് ഈ ഹൽക്കിനെ കാണുമ്പോൾ. എന്റെ പൊന്നു കൂട്ടുകാരെ, സൂപ്പർ ഒരു സാധനം കിട്ടുന്നുണ്ട്. ഏണം മോനെ, സൂപ്പർ സാധനം മൂഞ്ചിന്ന്. സൂപ്പർ. പണ്ട് ഈ സാധനത്തിന് വേണ്ടി ചെറുപ്പത്തിൽ എന്തായാലും ഓടുവായിരുന്നു അറിയാവോ? അടിപൊളി. ഇതിന് വേണ്ടിട്ട് അധികം ഓടേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുപ്പത്തില് ഇത് എല്ലാവർക്കും കിട്ടുന്നതാണല്ലോ. എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ടേനു, ഞാൻ ഓടിയിട്ടൊന്നുമില്ലല്ലോ. അടിപൊളി സാധനമാണ്. ഒരു കശുമാവിന്റെ ചുവട്ടാണ് നിൽക്കുന്നത്, നിറച്ച് പഴമുണ്ട്. സൂപ്പർ സൂപ്പറാണ് കൂട്ടുകാരെ. വിഷമില്ല, മായമില്ല, ശരീരത്തിന് ഏറ്റവും നല്ലതാണ്, ജലാംശമുണ്ട്. അപ്പോൾ അടിപൊളി ഒരു സാധനമാണ് കിട്ടിയിരിക്കുന്നത്. അടിപൊളി സാധനം. പണ്ട് ഞാനും കുറെ തിന്നു. എനിക്ക് ഇതിന്റെ അണ്ടി ആദ്യം ചുട്ടിട്ടാ തിന്നല്ലേ. എനിക്ക് ചുട്ടിട്ടാണോ ചുടാനാണോ തിന്നുന്നതെന്ന് അറിയാണ്ട് ഞാൻ ഈ ചുടാത്ത ഈ അണ്ടി എടുത്ത് കടിച്ചിട്ട് അതിന്റെ നീരെല്ലാം ഇവിടെയെല്ലാം ഫുള്ള് പൊള്ളിട്ട് കുറെ കാലം ഇങ്ങനെ മറ്റൊരുമാതിരി വെള്ളപ്പാണ്ട് വന്ന പോലെ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ നിർത്തിയത് ഈ സാധനം. എനിക്ക് ഇത്രയും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഈ സാധനം, കശുകുണ്ടി. AJP ഞാനും കൂടി ഏപ്രിൽ 1 മുതൽ അല്ലേ പുതിയതായിട്ട് ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നുണ്ട്. നീ പറ. സബ്സ്ക്രിപ്ഷൻ അത് തുടങ്ങുന്നുണ്ട്. AJPയുടെ പേഴ്സണൽ കണ്ടന്റും ഹോട്ട് വീഡിയോസുകളായിരിക്കും വരുന്നത്.
എനിക്കറിയില്ല. ഉണ്ടാവും ഞങ്ങള് തമ്മിലുള്ള ചെറിയൊരു ഹോട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്താ 2 സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് പരിപാടി? കോൽക്കളി അർപ്പന മുട്ടലാണോ? ഇവിടെ സബ്സ്ക്രിപ്ഷൻ ചെയ്യാണ്ട് നിന്റെ ഒന്നും വരാതെ കണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഇനി പൈസ കൂടി വിട്ടിട്ട് കാണണം. ബാക്കി നമ്മള് ഇവിടെ എണീച്ചിട്ട് ഇവിടെ ആരല്ലോ കുറച്ച് ആൾക്കാർ എന്തെല്ലോ കാണിച്ചിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോഴത്തേക്ക് നാട്ടിൽ ഇപ്പൊ മൊത്തം എല്ലാ ആൾക്കാരും സബ്സ്ക്രിപ്ഷൻ. ഇൻസ്റ്റാഗ്രാം അത് എന്തിനാ ഫ്യൂച്ചറിൽ കൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇൻസ്റ്റാഗ്രാമിന് പോലും അറിയില്ല. എന്നിട്ട് ആൾക്കാർ ഇത് എന്തിനാ യൂസ് ചെയ്യുന്നേ? വേണ്ട, എനിക്ക് ചരിത്രം നശിപ്പിക്കണ്ട. ഇവർക്ക് ഇങ്ങനെയെല്ലാം കാണിക്കാം. നമ്മളായിട്ട് കാണിച്ചിട്ട് തീർന്ന് ജീവിതം തീർന്ന് കൈസ്. ജയിലിലല്ലേ ഡയറക്റ്റ് തൂക്കാറ് കിട്ടും നിങ്ങൾക്ക്. അങ്ങനെ ചാവാ. എന്റെ സബ്സ്ക്രിപ്ഷൻ ഞാൻ എടുക്കൂല. എന്നാലും നോക്കട്ടെ, ഇത് മറച്ചു വെക്കാൻ പറ്റുമോ നോക്കട്ടെ. അത് ഉറപ്പോലും കിട്ടൂല ഈ സാധനം. ഓ, തിരിച്ചു പോ മക്കളെ, തിരിച്ചു പോ. എവിടെയാ പോണ്ടേ? ഭാഷ തോൽപ്പിക്കാൻ പറ്റില്ല മക്കളെ, തിരിച്ചു പോ. 10 ആളിന്റെ ബലവും ഇരുട്ടിന്റെ മറവുമില്ലാതെ മാഷെ തോൽപ്പിക്കാൻ പറ്റില്ല മക്കളെ. നിങ്ങൾ ഈ പച്ചക്കറി ആയിരുന്ന കത്തി വെക്കാൻ വന്ന ആളല്ലേ? ഇതാരാ? മാഷ് ഒരു ചെറുവിരൽ അനക്കാൻ പറ്റില്ല മക്കളെ, തിരിച്ചു പോ, തിരിച്ചു പോ. ചെറുവിരൽ അനക്കാൻ പറ്റൂലെന്നോ? ഇനി 2 വിരലിൽ അനക്കി. ഇതല്ലേ ചെറുവിരല്? നീ ഇതാണ് ചെറുവിരല്. ഇതായിരിക്കും അല്ല ഇത് അല്ല ഇത് ചെറുവിരൽ. നിന്നെ കൊണ്ട് പറ്റും, ഞാൻ അനക്കും. ഇതാ ചെറുവിരൽ. കത്തി വെക്കാൻ വന്നാണെ കത്തി വെക്കണോ, അല്ലാണ്ട് മനുഷ്യനെ പീഡിപ്പിക്കല്ലേ വേണ്ടത്. തിരിച്ചു പോവാൻ പോലും. No result, keep working. Bad result, keep working. റിസൾട്ടാ? എന്ത് റിസൾട്ട്? ഗ്രേറ്റ് റിസൾട്ട്. Great result, keep working. But never stop working. Cause കോൺസിപ്പേഷൻറ്റോ കിട്ടാൻ വരുന്നില്ല എനിക്ക്. മൂലക്കുരു. ഇവ പെട്ടെന്ന് എണീച്ച വന്നേ. ഡോക്ടറാ തോന്നുന്നുണ്ട്. മൂലക്കുരുവിന്റെ എന്തോ കാര്യം പറയാ. ഏതാ ഇംഗ്ലീഷാ? ഏത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പഠിച്ചതാ ഇംഗ്ലീഷ്? ഇത് അവളെ കണ്ണ വെള്ളത്തിൽ കലക്ക. ഒരു കഷ്ണം ഫുള്ള് ചെറുനാരങ്ങ എത്തിച്ച് കുടിച്ചു കഴിഞ്ഞാല് രാവിലെ പുളിപ്പിള് വരട്ട് പോകും. എന്തായാലും ഇംഗ്ലീഷിനെ കാട്ടി സൂപ്പർ ആയിട്ടാ പോവാന്. അങ്ങോട്ട് മേടിക്കാൻ പറ്റും തൂറിയിട്ട്. നിന്റെ കോൺസിപ്പേഷൻ എല്ലാം മാറും. നീ വിഷമിക്കണ്ട. നീ ശാശ്വത പരിഹാരം ഞാൻ തരും. ഇതെന്തോ കളിയാ തോന്നുന്നുണ്ട്. വൃദ്ധസ്ഥാനത്തിന് സദനത്തില് എനിക്ക് തോന്നുന്നു ആ പെണ്ണുങ്ങൾക്ക് ചെറുപ്പം മുതലേ ആ പെണ്ണുങ്ങളെ കണ്ടുകൂടാൻ തോന്നുന്നുണ്ട്. ഈ അവസരം എങ്ങനെയെങ്കിലും ദേഷ്യം തീർക്കണം എന്നുള്ള രീതിക്ക് എടുത്തു പറഞ്ഞാൽ തോന്നുന്നു. അറിഞ്ഞുകൊണ്ട് പറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. പോലീസൊക്കെ ഇവിടെ ഹെൽമെറ്റും ഒന്നുമില്ല. പോലീസ് അവിടെ നിൽക്കുന്നുണ്ട്. ഇവനിക്കാണ് ഹെൽമെറ്റ് ഇല്ല. എന്നിട്ട് ഒരു പേടി ഇല്ലാണ്ട് ആ വണ്ടിയുടെ ഫ്രണ്ട് അവിടെ നിന്ന് പൊക്കി അതുപോലെ ആയിട്ട് പോലീസിനെ നെഞ്ചത്ത് കയറ്റുകയും ചെയ്ത്. നിന്റെ ബാക്കി സീൻ എനിക്ക് കാണണേനു. ഇവിടെ എങ്ങാനാണ് മോനെ, നീ തീർന്നടാ. നിന്റെ ഷഡ്ഡി വരെ അവരെ അയച്ചിട്ടില്ലേ? ചുമരുമ്പിൽ അങ്ങോട്ട് ഒട്ടിക്കും. ഹെൽമെറ്റ് ഇടാത്ത കഴപ്പ്. പോലീസിന് മുമ്പിലാക്കിയത് മൂപ്പ്. വണ്ടിയുടെ ഫ്രണ്ട് പൊപ്പിച്ചത് മുരിമൂപ്പ്. അതന്നെ എനിക്കും പറയാനല്ലേ. ആരാ? വിജയാണോ? ഏത് വിജയ? എന്റെ കണ്ണല്ലോ കൊറേ കാലം കമ്പ്യൂട്ടറിലോ ഉപയോഗിച്ചിട്ട് എന്റെ കണ്ണെല്ലാം അടിച്ചു പോയോളി. എനിക്കിപ്പോ എല്ലാം 480p കാണുന്നത്. 4K ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇനി ഇത് ഒറിജിനൽ വിജയനാണോ? നിങ്ങക്ക് അൾട്രാ HD കാണാൻ പറ്റുന്നുണ്ടാ? എനിക്ക് 480p കാണുന്നല്ലോ. എന്റെ കണ്ണ് പോയടാ. മോളെന്നാ എന്റെ ഫാന് ശരിയാ പറയുന്നില്ല. ഇതിപ്പോ കുറച്ചു ദിവസം മുമ്പേ ശരിയാക്കിയ. നല്ല കാറ്റുണ്ട്. എനിക്ക് മനസ്സിലായടാ. ഇവിടെ എന്തുണ്ടാ? എല്ലാരും ഇരിക്കുന്നല്ലോ. ഇവന്റെ മംഗലായി. മംഗലത്തിന്റെ ചെറുക്കനാണ് ഇവ. അല്ലെങ്കിൽ വിജയിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അതിനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് ആരോ ഹാൻഡ് മെയ്ഡ് കുടിൽ വ്യവസായക്കാരെ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ വിജയ്. വിജയ് തന്നെയല്ലേ ഉദ്ദേശിച്ചത്. ഇനി കണ്ണട ഒന്നുകൂടി നോക്കട്ടെ. വിജയിന്റെ കട്ടായിട്ടാ തോന്നുന്നത്. ചെറിയ കട്ട്. വിജയിന്റെ ചെറിയ കട്ടുണ്ടല്ലോ. ആദ്യം എല്ലാരോടും ഇരിക്കാൻ പറഞ്ഞ് ഇപ്പൊ എല്ലാരോടും നിക്കാൻ പറയുന്നു. എനിക്ക് പ്രാന്താടാ, പിരാന്താ.
നല്ല രീതിക്ക് മുന്നിൽ പോയിട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ബോധമെല്ലാം വരുമായിരുന്നു. എനിക്കറിയില്ല തമിഴ്നാട്ടിലെ വലിയ ആരെങ്കിലും ഇല്ല ആയിരിക്കും ചില. നമ്മൾ അറിയാണ്ട് ഇതിനൊക്കെ റോസ്റ്റ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് തമിഴ്നാട്ടിലെ ഏതൊരു കണ്ണാപ്പിനെ റോസ്റ്റ് ചെയ്ത് വെക്ടറിയിൽ പൊട്ടേ കോൺട്രവേഴ്സി ആവോ ലാസ്റ്റ്. എനിക്ക് തമിഴ്നാടുമായിട്ട് അത്ര വലിയ പരിചയമില്ല. എനിക്ക് തമിഴ്നാടുമായിട്ട് ആകെ പരിചയമുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. There is so much to discuss. റൂൾ നമ്പർ 1, നമ്മൾ ഈ ലോ ക്വാളിറ്റി വീഡിയോസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇതിന്റെ അകത്താണ് ഭയങ്കര യാദൃശികമായിട്ട് വളരെയധികം ചിന്തിപ്പിക്കാനും ഗുണനിലവാരമുള്ളതും ചിരിപ്പിക്കാനും കഴിവുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ലോ ക്വാളിറ്റി വീഡിയോസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. വലിയ കസാലയും കൊണ്ടുവരുത്ത ബൈക്കുമ്പോൾ പോകുന്നു, അവൻ അടിച്ചിട്ട് അവനെ കസാലയും കൊണ്ട് എവിടെയോ പോയി. ഇനി അവന്റെ ബൈക്ക് ഇറങ്ങി വന്നല്ല വേറെ ഏതോ ബൈക്ക് പോയതാണ്. സ്വന്തമായിട്ട് ഏതോ ഒരു ബൈക്ക് ഇതിൽ കൂടിയാ പോകുന്നുണ്ട്. ഗോസ്റ്റ് റൈഡർ വിസിലടിച്ചപ്പോ ബൈക്ക് പോകുന്നത് എടുക്കാൻ വേണ്ടിട്ട് കണ്ണാണാത്ത ആരസ് എടാ രാമ മെല്ലെ പോടാ, എനിക്ക് ഇത്ര സ്പീഡിൽ പോടാ, എനിക്ക് പതിയെ പോയാ മതിയടാ. അപ്പുറം വടി കൊടുത്തിട്ട് അപ്പുറം ഏതോ വണ്ടിയുടെ വടി കൊടുത്തു ആക്കാ ഓടിയോ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസ് ഒക്കെ അയച്ചാ ഗൈസ്. നിങ്ങളിപ്പോ ആരും എനിക്ക് നല്ല വീഡിയോസ് ഒന്നും അയച്ചിരുന്നില്ല. നല്ല കോമഡി ഉള്ള വീഡിയോസ് കണ്ട ചപ്പും ചവറൊന്നും എടുത്ത് എനിക്ക് അയക്കല്ലേ. നല്ല കോമഡി ഉള്ള വീഡിയോസ് എനിക്ക് അയക്കാം. പിന്നെ അടുത്തിടെ കാണാം. ഓക്കെ ബൈ.